സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയാണെന്ന് മുത്തുനബി പറഞ്ഞ വാർത്തയുണ്ടല്ലോ. പ്രവാചകന്റെ മറ്റുള്ള ഭാര്യമാരുടെ ചെവിയിലെത്തുകയാണ്. അവർക്കതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ചെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല. എല്ലാ ഭാര്യമാരോടും അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതവരവരുടെ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും നബി തങ്ങൾ പറയുമായിരുന്നു, ഖദീജ ഖദീജ, എന്റെ ഖദീജ എങ്ങനെയാണ്, എന്റെ ഖദീജ ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് മരിക്കുന്ന കാലം വരെ ഖദീജയെ കുറിച്ച് പറയുമായിരുന്നു. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭക്ഷണം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു. പ്രവാചകന് ഖദീജയോട് വല്ലാത്ത ഇഷ്ടമാണ്. ഇതുപോലെ ഓരോരുത്തരോടും പ്രവാചകന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാര് നബി തങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിക്കുകയാ. എല്ലാവരും ഫാത്തിമ ബീവിയെ വിളിക്കുകയാണ്. എന്നിട്ട് മറ്റുള്ള ഭാര്യമാര് മുഴുവനും ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, നിന്നെക്കാലം അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടം ആയിഷയാണ്. ആയിഷയോട് പ്രവാചകന് വല്ലാത്ത ഇഷ്ടമാണ്. നിന്നെക്കാലും വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നീ നിന്റെ വാപ്പയോട് ചോദിക്കണം. അതാ സഹോദരാ, ഉമ്മമാരെല്ലാവരും കൂടെ ആയിഷ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു ചെന്നു. തന്റെ പ്രിയപ്പെട്ട പിതാവായ മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, ഉപ്പാ, ലോകത്ത് ഉപ്പാന് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആയിഷ ബീവിയോടാണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളാണ് ചോദിക്കുന്നത്. ഫാത്തിമത്തു ഖിതഅതു മിൻ ഖബ്ദി, എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ പൊന്നുമോളാണ്. അവിടെന്ന് ചോദിക്കുന്നത്, വാപ്പാ, എന്നെക്കാലും ഇഷ്ടം ആയിഷയോടാണോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് ചോദിക്കുമ്പോ മുത്തുനബി തന്റെ പൊന്നാര മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? മോളെ ഫാത്തിമ, എന്നെ നിനക്കിഷ്ടമാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്നെ നിനക്കിഷ്ടമാണോ ഫാത്തിമ? എന്തൊരു ചോദ്യമാ ബാപ്പാ. എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. നിങ്ങൾ എന്റെ കരളിന്റെ കഷ്ടമല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവിനോട് പറയുമ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോളെ ഫാത്തിമ, ആയിഷാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആയിഷാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് നീയും സ്നേഹിക്കണം ഫാത്തിമ. അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നാര മകളോട് അവിടെന്ന് പറയുന്നു, എനിക്ക് ആയിഷാനെ ഇഷ്ടമാണ്. അതുകൊണ്ട് നീയും അവിടെന്ന് ഇഷ്ടപ്പെടണം. അള്ളാഹുവിന്റെ പ്രവാചകന് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോവുകയാ. ഇത് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി സന്തോഷം കാരണം അവിടെ നിന്ന് തുള്ളിച്ചാടുകയാ. കാരണം റസൂലുള്ള എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണല്ലോ. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. അള്ളാഹുവിന്റെ പ്രവാചകന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ആയിഷ ബീവി ചിരിക്കുന്നുണ്ട്. വല്ലാത്ത സന്തോഷത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടക്കുകയാണ്. യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ
ചെയ്യണം നബിയെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തി നബിയോട് പറയുന്നു, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ദുആ ചെയ്യാം ആയിഷ. ഇല്ല നബിയെ, ഇപ്പൊ ദുആ ചെയ്യണം നബിയെ, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണമെന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഇരുകരങ്ങൾ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ. അല്ലാഹുവേ, എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്റെ ആയിഷ അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, പടച്ചവനെ എന്റെ ആയിഷയുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലോ, എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ അല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മടിത്തട്ടിൽ കിടക്കുമ്പോ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ ആയിഷ കിടന്ന് ചിരിക്കുകയാണ്. സന്തോഷം കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. അതാ ചിരിച്ച് ചിരിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മടിയിൽ നിന്ന് താഴെ നീ വല്ലാതെ ചിരിക്കുന്നല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് മുത്തുനബി അവിടെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, എന്റെ പാപങ്ങൾ പൊറുക്കാൻ ദുആ ചെയ്തല്ലോ, അല്ലാഹു എനിക്ക് സ്വർഗം തരുന്നതിന് വേണ്ടി ദുആ ചെയ്തല്ലോ. ഇതിനെക്കാളും വലിയ എന്താണ് എനിക്ക് വേണ്ടത്? ഇതിനെക്കാളും വലിയ സന്തോഷം എന്താണ് വേണ്ടത്? ഇതുപോലെ വേറെ ഒരാൾക്കും ദുആ കിട്ടിയിട്ടില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ വഅദ് കേൾക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ആയിഷ, നിനക്ക് മാത്രമല്ല ആയിഷ, നിനക്ക് മാത്രമല്ല ആയിഷ, ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും 5 നേരം നമസ്കാരം കഴിയുമ്പോ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ഓരോ ദിവസവും 5 നേരം അവിടുന്ന് ദുആ ചെയ്യും ആയിഷ. 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിന്റെ നേതാവ് പറയുകയാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കും, ആയിഷ, ഞാൻ 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോ എല്ലാ ദിവസവും ഞാൻ ആർക്കാണ് നബിയേ, ആർക്കാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആയിഷ, ഞാൻ ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നതെന്നറിയുമോ? വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങള്, ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന് വേണ്ടി ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, ആ ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അതിങ്ങനെ ജീവിച്ചിരുന്നപ്പോ ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും നമുക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നമ്മളെ വല്ലാതെ സ്നേഹിച്ച നബിയല്ലേ, നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ട നബിയല്ലേ. നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചില്ലെങ്കിലും നബിതങ്ങൾക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, നമ്മളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ആ പ്രവാചകൻ നമ്മളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. നമുക്കാരാണ് മുത്തുനബി പ്രവാചകന്റെ ചരിത്രം വായിക്കാൻ സമയമില്ലല്ലോ. ആ പ്രവാചകൻ ആരായിരുന്നു എന്ന് പഠിക്കാൻ വരുമ്പോ അറിയണം,
അറിയണം സഹോദരാ, നബിതങ്ങളാരാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മഹത്വം എന്താ? അല്ലാഹു തആല ഒട്ടകത്തിന്റെ കട്ടിലിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. വിജനമായി കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവര് മലമൂത്ര വിസർജനം നടത്തുകയാ. അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതാ പെണ്ണുങ്ങൾ അതാ തിരിച്ചു കയറുകയാണ്. ആയിഷാബികൾ മുഴുവനും പോവുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കിടന്നിരുന്നു. അതാ അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് തിരിച്ചു വരുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിൽ നോക്കുമ്പോ അല്ലാഹുവേ, താൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന മാല കാണുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിലിട്ടിരുന്ന മാല കാണുന്നില്ല. പടച്ചവനെ, മഹ്ദി എവിടെന്ന് ചിന്തിച്ചു, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ആരോടും പറയാതെ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് നഷ്ടപ്പെട്ടു പോയ മാല തിരഞ്ഞു നടക്കുകയാ. ആയിഷാ ബീവി പോകുന്നത് ഒരാളവ കണ്ടില്ല. ആയിഷാ ബീവി മാല തിരഞ്ഞു നടക്കുകയാണ്. അതാ പ്രവാചകനും സ്വഹാബത്തും എല്ലാവരും വാഹനപ്പുറത്ത് കയറി. ആയിഷാ ബീവി അതിന്റെ മുകളിലുണ്ടെന്ന് പറയുന്ന ധാരണയിൽ എല്ലാവരും അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. എല്ലാവരും അവരുടെ വാഹനപ്പുറത്ത് അവിടെ നിന്ന് യാത്ര തുടങ്ങി. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നഷ്ടപ്പെട്ടു പോയ മാലയും തിരിച്ചു കിട്ടി. അവസാനം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും അവിടെ നിന്ന് പോയിരിക്കുകയാ. ആയിഷാ ബീവി ഒറ്റയ്ക്കായി പോയി. പടച്ചവനെ, എല്ലാവരും പോയി, ഒരാളും അറിഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബാക്കൾ ആരും അറിഞ്ഞില്ല. എല്ലാവരും അവിടെ നിന്ന് യാത്ര പോയി. ആയിഷാ ബീവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ചെറിയ പ്രായമാണ്. ഒറ്റയ്ക്കാ വഴിയോരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി വരുന്നത്. മഹാനായ സൗഫാ റളിയല്ലാഹു തആല അൻഹു. സഫ്വാ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ സ്വഹാബിയോട് പറഞ്ഞു, നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ്. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ വരുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്ത് ഇങ്ങനെ പേടിച്ചു പറച്ചൊറ്റക്കിരിക്കുകയാ. പടച്ചറപ്പേ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. പടച്ചവനെ, ഉമ്മയാണല്ലോ, എന്താണെന്ന് പോലും ചോദിച്ചില്ല. ആയിഷ ഉമ്മാന വാഹനത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാണ്. പടച്ചവനെ, സൗവാ റളിയല്ലാഹു തആല അൻഹും ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും കൂടെ പടച്ചവനെ മദീനത്തേക്ക് കടന്നു പോവുകയാ. റബ്ബേ, പകല് സമയത്താണ്, രാവിലെ പ്രഭാതത്തിന്റെ സമയത്താണ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ചെറുപ്പക്കാരനായ സൗബാ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ കടന്നു പോകുന്നത് പടച്ചവനെ മുനാഫിക്കീങ്ങൾ കാണുകയാണ്. ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ഒരു രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിച്ച് വരികയാ. അല്ലാഹുവേ, മുനാഫിക്കീങ്ങൾ കളിയാക്കാൻ തുടങ്ങി, മുനാഫിക്കീങ്ങൾ പറയാൻ തുടങ്ങി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വ്യഭിചരിച്ചു എന്ന് പറയുകയാ, ചേർത്തു പറയുകയാണ്. പടച്ചവനെ, കേട്ടവർ അവിടുന്ന് പറയാ തുടങ്ങുകയാ. ആരെ കുറിച്ചാ? അള്ളാന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചാണ്. എന്റെ പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരെ പോലും അവിടുന്ന് വെറുതെ വിട്ടില്ലല്ലോ. എല്ലാവരും ആയിഷാ ബീവിയെ വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാണ്. പടച്ചവനെ, കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാ. എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി. എവിടെ നോക്കിയാലും ആയിഷാ ബീവിയെ കുറിച്ചാണ് പറയുന്നത്. സ്വഹാബാക്കളിൽ പുതിയ മുസ്ലിമീങ്ങളായി വന്നവരെ പറയാൻ തുടങ്ങി, മുനാഫിക്കീങ്ങൾ പറയാൻ തുടങ്ങി. എവിടെ ചെന്നാലും അല്ലാഹുവേ, ആയിഷാ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രവാചകന് വല്ലാത്ത വിഷമമായി, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, പ്രവാചകൻ ഒരാളോടും ഒന്നും പറയുന്നില്ല, നബി തങ്ങൾ ഒരാളോടും മിണ്ടുന്നില്ല. പള്ളിയിൽ പോകും